ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ 7 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഞായറാഴ്ചത്തെ വീഡിയോ തന്നെയാണ്. ഇത് ഇന്ന് തന്നെ വരും കേട്ടോ. 7 മണിയായപ്പോഴത്തേക്കും ആദൂട്ടി ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കിടന്ന് കരയല്ലേ ഈ ചെറുക്കൻ പിള്ളേർ, ചുമ്മാ കിടന്ന് കരയല്ലേ. ആ കരച്ചിലും കൊണ്ട് ഒരുത്തനും ഇവിടെ എണീറ്റ് വന്നിരിപ്പുണ്ട്. ഇപ്പം ഇന്നത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ കണക്കാണെന്ന് തോന്നുന്നത്. 2 കണ്ണ് മാത്രമേ കാണത്തുള്ളൂ, ബാക്കി മൊത്തം ഉള്ളിലാക്കി വെച്ചേക്കോ. തല ചുമയല്ലായിരുന്നോ, അതുകൊണ്ട് തുപ്പിയിട്ട് കൊടുത്താൽ, അതുകൊണ്ട് കണ്ണ് മാത്രമേ കാണത്തുള്ളൂ. ഈ ചെറുക്കനോട് ചോദിച്ചു നോക്കി, ചെറുക്കൻ എന്താ ഇങ്ങനെ പോരു എണീറ്റ് വരുന്നതെന്ന്. രാവിലെ തന്നെ തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ എണീറ്റ് വന്നത്. അപ്പം അമ്മ വേണം, ഫുൾ ടൈം അമ്മ കൊച്ചായി തുടങ്ങിയിട്ടുണ്ട്. വേറെ ആരും പറ്റിയില്ല. മോനെ എണീറ്റോ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. മോൻ എണീറ്റോ, നമ്മുടെ പൊന്നല്ലേ, നീ എണീറ്റോടി കള്ളി. ദേഷ്യം വന്നിട്ട് മോന്ത കുറിപ്പിക്കുന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? സൺഡേ ആയിട്ട് എന്താണ് പരിപാടിയൊക്കെ? എല്ലാവരും തിരക്കിലൊക്കെയാണോ? ഞങ്ങൾ തിരക്കിലൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്നത്തെ പോലെ തന്നെ ഇന്നും ഫിസിയോതെറാപ്പി ഇല്ല, പനിയായതുകൊണ്ട് കുറച്ച് ദിവസമായി പോയിട്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഇനി അമ്മയ്ക്ക് ചായ വയ്ക്കണം, ചോറ് വയ്ക്കണം. അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട്. അത് സഹായിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് അമ്മേനെ. അതിൻ്റെ കാക്ക വന്ന് അവിടെ ഇരിപ്പുണ്ട്. അല്ല മോനെ? അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കട്ടൻ ചായ കുടിച്ചിട്ടങ്ങ് തുടങ്ങാം അല്ലേ. രാവിലെ ചായയാണ് കേട്ടോ. ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ എനിക്ക് കുടിക്കണം, ആദൂട്ടിക്ക് കൊടുക്കണം. ആദൂട്ടി ചായേൻ്റെ ആളാണ്, കട്ടൻ ചായേൻ്റെ ആളാണ്. കട്ടൻ ചായ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വേണേലും കുടിച്ചോളും. കട്ടൻ ചായ. ചായ വേണോ? കട്ടൻ ചായ വേണോ? അതൊരു കട്ടൻ ചായ ഇല്ല, അത് ചായ വേണ്ടാന്ന് പറഞ്ഞു. വേണോ? കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഇവൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് വെക്കാമെന്ന്. വീഡിയോ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് എന്തായാലും വേണം. ലൈവും കൂടി ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇങ്ങനെയാണ് കേട്ടോ വിശേഷം. അപ്പം എന്തായാലും ഞങ്ങളൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് കാണാവേ. ചായ കുടിക്കുവാണ് കേട്ടോ. ഇവിടെ കിടന്ന് ഭയങ്കര തട്ടൽ കിട്ടുന്നുണ്ട്. ചായ കൊടുത്തു, ആദൂട്ടിക്ക് ചായ കൊടുത്തു. അമ്മേൻ്റെ വടി ഇരിപ്പുണ്ട്. രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ചായ കുടിക്കുക. മധുരം കുറവാണ്. ചായ ഇട്ട് ആൾ മാറിപ്പോയതുകൊണ്ട് ഇത് മധുരം കുറവാണ്. ചിരിക്കുന്നുണ്ട് കേട്ടോ, അതുമ്പോൾ ചിരിക്കുന്നുണ്ട്. പിന്നെ ചായ കുടിക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും രാവിലെ പാൽ ചായയൊക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ കട്ടൻ ചായൻ്റെ ആൾക്കാരാണ്. നമ്മൾ കട്ടൻ ചായ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതിങ്ങനെ ഇരുന്നൊരു ആസ്വദിച്ചങ്ങ് കുടിക്കണം. ശരിക്കും വേണം എൻ്റെ ആസ്വാദനം കേട്ടിട്ട്. ചായ കുടിക്കട്ടെ. ആദൂട്ടീനെ ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. ആദൂട്ടീനെ കിടത്തി. തുണി താത്തില്ല, തണിക്കുകയല്ലേ. എൻ്റെ പൊന്നിന് തണിച്ചു, എൻ്റെ അമ്മച്ചി, എൻ്റെ മോന് തണിച്ചു. എൻ്റെ മോന് ഇവിടെ കിടത്തിയിട്ടുണ്ട്. തലവണ ഇവിടെ ഇങ്ങനെ വെച്ചാണ് എൻ്റെ മോൻ്റെ തലയിടിച്ചാതെ. നമ്മുടെ പൊന്നേതാ, നമ്മുടെ പൊന്നീതാ. ഇനി ആദൂട്ടീനൊന്ന് സോപ്പിട്ടൊന്ന് ഇവിടെ കിടത്തിയിട്ട് വേണം ഞങ്ങൾ ഇവിടെ നിന്ന് വർത്താനം പഠിക്കോ. ഒന്ന് എണീറ്റ് പോയി ചോടും കടിയൊക്കെ വയ്ക്കാൻ. ഇവിടെ പൊന്നേതാടി, ഇതാണോ എൻ്റെ മുത്തുമണി? ഇതെൻ്റെ മുത്തുമണിയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എവിടെയും പോക്കൊന്നുമല്ല, പണി. ഇത് ഈ ബെഡിൻ്റെ ഇത് ഇളകി പോകുന്നതാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. 3 കൊല്ലമായി, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരെണ്ണം ഉള്ളിൽ കിടപ്പുണ്ട്, അതെടുത്ത് വിരിക്കണം. പുതിയതേ, അതെടുത്ത് വിരിച്ചണം. അല്ല എൻ്റെ പൊന്നിന് വേദനിച്ചാലോ. എൻ്റെ അമ്മ, എൻ്റെ പൊന്നെ കാണാതെ പോയി അമ്മ നോക്കിയപ്പം. അപ്പം ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറട്ടെ. അവനിവിടെ കിടത്തിയിട്ടേ. എന്നാൽ അമ്മ അടുക്കളയിൽ പോകുന്നില്ല, ഞങ്ങൾ വർത്താനം പറയുക. അടുക്കളയിൽ പോവാന്ന് പറഞ്ഞ് മുഖം മാറി. ചോറ് വയ്ക്കണം. ചോർ. പുട്ടും പഴവും മതിയോ? പുട്ട് ഇഷ്ടമാണോ? പുട്ടിഷ്ടമാണോടെ? എന്നാൽ പുട്ടുണ്ടാക്കണം ഇന്ന്. നേരം കൊണ്ടേ ഞാനും തീയും കൂടിയുള്ള മൽപ്പിടുത്താണ്. തീ കത്തുന്നില്ല, പക്ഷെ തീ കത്തിയില്ല. നമ്മുടെ ആദൂട്ടി വേളം തുടങ്ങിയിട്ടുണ്ട്. നിലത്ത് ഇറക്കാൻ കഴിയാല. കുറേ നേരം കൊണ്ട് തീ കത്തിക്കാൻ ശ്രമിക്കുന്നു. കലങ്ങൊന്നും വിചാരിക്കരുത്. ഈ കലത്തിൽ ചോറ് വെച്ചിട്ട് ഞാൻ സ്റ്റീൽ കലത്തിലാണ് കേട്ടോ ഊറ്റുന്നത്. അപ്പോൾ ഇത് അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കലമാണ്. തീ കത്ത് കണ്ടോ,
ഉള്ളിലേക്ക് തീ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പുറത്തേക്കൊരു തുള്ളി തീയില്ല. മഞ്ഞുണ്ട്, മഞ്ഞ്. ഇപ്പം എന്തായാലും തീയൊക്കെ കത്തിച്ച് അരി അടുപ്പത്തെ. രാവിലെ വന്നവരാണ് കേട്ടോ, കാണുന്നുണ്ടോയെന്നറിയത്തില്ല. രാവിലെ എന്നും വരുന്നവരാണ്. കണ്ടോ എന്തോരം മയിലാണെന്നറിയാവോ? കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ എനിക്കറിയാം. അങ്ങോട്ട് കയറിപ്പോയി. ഇഷ്ടം പോലെ, എനിക്കൊന്നൊരു 10-100 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ മയിൽ കേട്ടോ. ഇത് ഒരെണ്ണം അങ്ങോട്ട് നടക്കുന്നു. കാണുന്നുണ്ടോ നടക്കുന്നത്? ഇതേ ഒരെണ്ണം ഇങ്ങോട്ട് നടക്കുന്നു. കാണുന്നുണ്ടോ നിങ്ങൾ? ആരേലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മയിൽ ഇഷ്ടം പോലെയാണ്. കുഞ്ഞുങ്ങളും ഉണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളും ഉണ്ട്. പുട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരുത്തൻ ഗോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നേ. പുട്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നപ്പോൾ അവസ്ഥ ഇതാണ്. പുട്ടേറട്ടെ, നമ്മുടെ പൊന്നിന് പുട്ടേറട്ടേടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും പുട്ടാണല്ലോ എന്ന്. എന്നും പുട്ടല്ല, ആദൂട്ടിൻ്റെ വായിക്ക് തൊലി പോയിട്ടുണ്ട് പനിയായിട്ട്. അപ്പോൾ പുട്ടും പഞ്ചസാരയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അല്ലേടി പൊന്നുമണി, നമ്മുടെ പൊന്നുമണി? ഒന്ന് കമന്ന് കാണിച്ചേ എല്ലാവരും. ഒന്ന് കമന്ന് കാണിച്ചേടി. ഒന്ന് കമന്ന് കാണിച്ചേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കമല്. എടി കള്ളിക്കുട്ടി, ഇങ്ങോട്ട് കമലടി. ചുന്ദരിമണി, സുന്ദരി. പാത്രത്തിൻ്റെ ഒച്ചയാണ് കേട്ടോ. പിന്നെ അതുട്ടിക്ക് പുട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പുട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുട്ടും പഞ്ചസാരയും. ഞാൻ നേരത്തെ പറഞ്ഞു അതുട്ടിക്ക് വായിൽ തോല് പോയതുകൊണ്ടാണ് ഡെയിലി പുട്ടാക്കിയത്. കൂടെ നമ്മുടെ കട്ടൻ ചായ ഉണ്ട്. അപ്പം അങ്ങനെ അതുട്ടി കിടന്നിടത്ത് എണീറ്റു. പക്ഷെ ആക്കിച്ചിരി വഴക്കാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല. ഞാൻ അത്ര നേരം അവിടെ കിടത്തിയതിൻ്റെ വഴക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതെ ഇതെന്നത് കട്ടൻ ചായ. അപ്പം കട്ടൻ ചായയും കുടിച്ച് പുട്ടും തിന്ന് ഒരു സുന്ദരനാവും കേട്ടോ. അവിടെ സുന്ദരൻ പുട്ടൊക്കെ തിന്നുന്ന മെടുക്കലാണ്. നമ്മുടെ മെടുക്കും കൊച്ച് ഇച്ചിരി കൊഞ്ചിച്ചാലൊക്കെ ഇനി ഭക്ഷണം കഴിക്കത്തുള്ളൂ. കാരണം കുറച്ച് നേരം കിടന്ന് കരഞ്ഞു പോയില്ലേ കുഞ്ഞുവാവ കരഞ്ഞു പോയതുകൊണ്ട് ഭയങ്കര വിഷമാണ് കുഞ്ഞാവയ്ക്ക്. പൊന്നുമണി വിഷമാ ആണോ? അതും എന്ത് പറഞ്ഞാലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. എല്ലാവർക്കും പുട്ടാണ് കേട്ടോ. അതൊരു പുട്ടും പഞ്ചസാരയും നമുക്ക് പുട്ടും പഴവും അല്ലേ? അത് തന്നെ, അതാണ്. പൊന്നുമണി ഇപ്പം എന്തായാലും അതിട്ട് പുട്ട് കൊടുത്തിട്ട് കാണാവേ. പുട്ട് മുഴുവൻ കഴിച്ചാലും മുഴുവൻ കഴിച്ചില്ല ഞാൻ പറയാം കേട്ടോ എല്ലാവരോടും. പുട്ട് കഴിക്കുമോ? തിരിഞ്ഞു പുട്ട് കൊടുക്കട്ടെ കൂട്ടുകാരെ. നമ്മളേ മറ്റേ വീഡിയോ അല്ല, പറഞ്ഞു കൊടുക്ക്. ഫുഡ് കഴിച്ചിട്ട് കഴിച്ചോ ഇല്ലയോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഒരു ഇച്ചിരി ബാക്കി വന്നു, പക്ഷെ അത് അമ്മ നിർബന്ധിച്ചങ്ങ് വായിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ അതുകൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. മരുന്നെടുക്കട്ടെ. കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ആൾ കഴിച്ചു കഴിഞ്ഞു. ഇനി മരുന്ന് കൊടുക്കലാണ് ഭയങ്കര പാട്. ഒരുപാട് മരുന്നുണ്ട് കേട്ടോ ഇപ്പം. എന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരോടും കൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോ വരുന്നത് എന്നും 1:30 എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി സമയം മാറിപ്പോയെങ്കിലേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല, കറണ്ടില്ല, അതുകൊണ്ട് എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നും വരുന്നത് 1:30 കേട്ടോ. അപ്പോൾ അതുകൂട്ടി പുട്ടും പഞ്ചസാരയൊക്കെ കഴിച്ചു. പിന്നെ ചോറ് ആകാനായിട്ടുണ്ട്, കറി വെച്ചു. 10 മണിയായിട്ടേ ഉള്ളൂ. ഒരു ഷോർട്സ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ തിരിച്ചും നമുക്ക് എന്നും ഇതുപോലെ, തിരിച്ചല്ല എന്നും നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കല്ലേ. അല്ലേ പൊന്നാ? അല്ലേ? ഒന്നും മറക്കല്ലേ എന്ന് പറ. മരുന്ന് കൊടുത്തതിൻ്റെയാണ് കേട്ടോ. ഫിക്സിൻ്റെ മരുന്നാണ്. അപ്പോൾ അത് കറക്റ്റ് കൊടുക്കണം. നമ്മൾ കറക്റ്റായിട്ട് അതും കൊടുത്താണ്. മൂക്കടപ്പുണ്ട് കേട്ടോ, മൂക്കടപ്പുണ്ട്. അത് ഇവന് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തേക്ക് ഉള്ളതാണ് മൂക്കടപ്പ്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് അത് ഉണ്ടാവും. 1 മാസത്തിൻ്റെ അടുത്ത് ഉണ്ടാവും. അടുത്ത അസുഖം വന്നിട്ടുണ്ട്, പിന്നത്തെ 1 മാസം കൂടി ഉണ്ടാവും. അങ്ങനെയാണ്. ചുമയുണ്ട്. അപ്പം അതുമോ ഫുഡൊക്കെ കഴിച്ച് ഇനി മരുന്ന്, കുറേ മരുന്നും കൂടി ഉണ്ട്. ആ മരുന്ന് കൊടുക്കണം. മരുന്ന് കള്ളത്തിനും കാണിച്ചില്ലേ?
പിള്ളത്തരം അതൊരു ചുമയാണേ. ഇപ്പോൾ ചുമച്ച് കാണിക്കേ. ചുമ പോയി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിച്ചിട്ട് ആദ്യത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേര് വിളിച്ചിട്ട് മോൻ എന്തെടുക്കുവാണ്, മോന് മരി കുറഞ്ഞോ, മോന് ക്ഷീണം പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരും ഇല്ലാതിരുന്ന് നമ്മളിൽ നമുക്കിന്നൊരു 10,600 ആദ്യം സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. അല്ല മോനെ, മെസ്സേജ് വരുന്നതാണ്. വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പറയുകയാണ്, നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഇനിയിപ്പം ആദുവിൻ്റെ നമ്മൾ ഐക്കോൺസിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആദുവിൻ്റെ മറ്റേ ഇവിടെ മൈത്ര ഹോസ്പിറ്റലിലെ കോഴിക്കോട് നമ്മുടെ മാപ്പയുടെ മക്കൾ 2 പേരും അവിടെ നിന്ന് നടന്നു പോയില്ല, അവിടെ ഒന്ന് കാണിച്ചാലോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. മൈത്രയിലൊന്ന് കാണിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായമൊക്കെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അവിടെ നമ്മൾ ന്യൂസിൽ കണ്ടില്ല, മക്കൾ 28 ദിവസം കൊണ്ട് ഇരുന്ന് പോയതൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും എല്ലാവർക്കും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇരിക്കണം, അതുകൊണ്ട് കൂടി നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഈശ്വർ മാൽപ്പയുടെ മക്കളെ കാണിച്ച സ്ഥലമില്ലേ, ആ മക്കൾ കുറേ നാളുകൂടി ആ മക്കൾ വീൽ ചെയറിൽ ഇരുന്നല്ലേ പോയത്. അപ്പം ഏതൊരമ്മമാരാണേലും ആഗ്രഹം ഉണ്ടാവും മക്കൾ ഇരിക്കണം, ഓടി നടക്കണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ. അതുകൊണ്ട് ഓടി നടക്കണം, ചിരിക്കണം, കളിക്കണം എന്നൊക്കെ എനിക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ കേട്ടോ. പിന്നെ കുറ്റം പറയുന്നവരത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊന്നിനും മൈൻഡ് കൂടി ചെയ്യുകയില്ല. നിങ്ങൾക്ക് എന്ത് വേണേലും എന്നെ പറയാം, പക്ഷേ എൻ്റെ ആദൂട്ടിനെ ആരും പറയരുത് കേട്ടോ. എന്ത് വേണേലും എന്നെ പറയാം, അത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. അപ്പം പക്ഷേ അല്ലാതെ ആദൂട്ടിനെ ആരും ഒന്നും പറയരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല അവന്. നിങ്ങളെന്താ പറയുന്നതെന്ന് പോലും അവനറിയത്തില്ല. പിന്നെ ഇപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ പറയാം, കുഞ്ഞിനെ പറയരുത്. പോട്ടെ, ഞായറാഴ്ചയായിട്ട് ചുമ്മാ നെഗറ്റീവ് അടിച്ചു. അതിനിപ്പം മരുന്നൊക്കെ കൊടുത്തിട്ട് കാണാവേ. ചോറ് ഇതാക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ കലത്തിലേക്ക് മാറ്റാൻ. ചോറ് തടക്കി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ, ആ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഇവിടെ എല്ലാം ഇത് ക്ലീൻ ചെയ്യണം. ഞായറാഴ്ചയായിട്ട് താമസിച്ചു പോയി. പിന്നെ നമ്മൾ വെച്ചേക്കുന്നത് പാവയ്ക്ക തീയലാണ് കേട്ടോ. പാവയ്ക്ക തീയലാണ് വെച്ചേക്കുന്നത്. വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് പാവയ്ക്ക തീയലിൻ്റെ, പക്ഷേ സാഹചര്യം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പാവയ്ക്ക തീയലെന്തായാലും അടച്ച് പാവയ്ക്ക തീയൽ. പിന്നെ ഇത് ഇന്നലെ വെച്ചതാണ് കേട്ടോ. ഞാൻ മീൻ പറ്റിച്ചത് കാണിച്ചിരുന്നില്ല, മീൻ പറ്റിച്ചതാണിത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് കാണിച്ചു തരാവേ. അടുത്തത് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചു. പുട്ടാണ് കേട്ടോ, പുട്ട്. ഇതേ പുട്ട്, അങ്ങനെ പുട്ടുമായിട്ടുണ്ട്. പിന്നെ പഴമാണ്. എനിക്കറിയില്ല ഈ പഴത്തിന് എല്ലായിടത്തും എന്താ പറയുന്നതെന്നൊക്കെ. നമ്മളിവിടെ റോബസ്റ്റ ഗന്ധപ്പച്ച എന്നൊക്കെ പറയും. ഇത് റോബസ്റ്റ പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ക്ലീനൊന്നും ആക്കിയിട്ടില്ല, ഇനി ആക്കണം. അപ്പോൾ ഇത് പഴം. അപ്പോൾ പുട്ടും പഴവും കൂടി എനിക്ക് കഴിക്കണം. നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് വലിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്താണോ ഉള്ളത് ചെറിയ വിശേഷമാണല്ലോ, എന്നും ഞാൻ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കും. നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ആദൂട്ടിനെ കാണിച്ചിട്ട് ഇൻട്രോ എടുത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ മരുന്നുകൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മരുന്നുകൂടി കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഇച്ചിരി മുഖത്തുണ്ട്. എൻ്റെ ദേഷ്യം അമ്മേനോടുണ്ട്. അമ്മേൻ്റെ ദേഷ്യമാണോ? ദേഷ്യത്തിലാണ് കേട്ടോ. മരുന്ന് കുടിച്ചാൽ ദേഷ്യം അമ്മേനോട് നന്നായിട്ടുണ്ട്. വാവ് മാറണമെങ്കിൽ മരുന്ന് വേണ്ടേ? എന്നും അസുഖം പിടിപ്പിച്ചാൽ പിന്നെ മരുന്ന് വേണ്ടേ? ചുമയാ? ചുമയാണ്. എങ്ങനെയാണ് ചുമക്കുന്നത് കാണിച്ചു കൊടുത്തേ. ചുമക്കുന്നത് എങ്ങനെ? എന്നാൽ ചുമയില്ല, ചുമ പോയി കേട്ടോ. ചുമയൊക്കെ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ വലിയ കാര്യങ്ങളൊന്നുമില്ല, കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും പറയുകയാണ് നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.